വെൽക്കം ടു തായ്ലൻഡ് ട്രാവൽ സീരീസ് ഡേ 3. രാവിലെ ഫുള്ള് ഗ്രാൻഡ് പാലസ് വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വിസിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ വാട്ട് ഫോയും വാട്ട് അരുണുമാണ്. വാട്ട് ഫോ എന്ന് പറയുന്ന ഒരു റിക്ലൈനിങ് ബുദ്ധയുടെ ഒരു സ്റ്റാച്ചു ഉള്ളൊരു പ്ലേസും വാട്ട് അരുൺ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തായ് ടെമ്പിൾ തന്നെയാണ്. സാധാരണ നമ്മൾ തായ്ലൻഡിൽ കാണുന്ന ബുദ്ധ ടെമ്പിളിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ചും കൂടി ഒരു ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു ടെമ്പിളാണ് വാട്ട് അരുൺ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ. നല്ല നട്ടപ്പുറ വെയിലത്ത് ഗ്രാൻഡ് പാലസ് മുഴുവൻ നടന്നു കണ്ടിട്ട് ഇനി നമ്മൾ പോകുന്നത് ഒരു തിയേറ്റർ ഷോ കാണാനാണ്. നമ്മൾ പ്ലാൻ ചെയ്ത് വന്നതൊന്നും ആയിരുന്നില്ല. അവിടെ എത്തിയപ്പോൾ അങ്ങനെ ഒരു ഷോ ഉണ്ടെന്ന് കേട്ടു. എന്നാൽ നമ്മൾ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു ഫ്രീ സർവീസ് ആയിട്ടുള്ള ബസ്സിൽ കയറിയിട്ടുള്ളതാണ്. നമുക്ക് ഈ ഷോനെ കുറിച്ച് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഷോ ഉണ്ടെന്ന് കേട്ടു, എന്നാൽ പോവാം എന്നൊരു പ്ലാനിങ്ങിലാണ് പോയത്. പക്ഷേ എത്തിപ്പെട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബ്യൂട്ടിഫുൾ ഷോ ആയിരുന്നു. കഥയുടെ തീം എന്ന് പറയുന്നത് രാമായണം ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി ആയിരുന്നു. അവരുടെ കോസ്റ്റ്യൂം ആയാലും അവരുടെ പെർഫോമൻസ് ആയാലും നല്ല രസമുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ ഒരു ബോറിംഗ് ടൈം നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പോയതാണെങ്കിൽ കൂടി അങ്ങനെ ആയിരുന്നില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഷോ കൂടിയായിരുന്നു. മ്യൂസിക് ആയാലും നല്ല രസമുണ്ടായിരുന്നു. തിയേറ്റർ ഷോയ്ക്ക് ശേഷം നമ്മൾ അടുത്തതായിട്ട് പോയത് വാട്ട് ഫോ, അതായത് റിക്ലൈനിങ് ബുദ്ധ എന്നുള്ളൊരു ടെമ്പിളിലാണ്. നമ്മുടെ നാട്ടിലെ ആനന്ദശയനം പോലെ അവിടെ ഒരു റിക്ലൈനിങ് ബുദ്ധ. തായ്ലൻഡ് ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. നമുക്ക് ഈ ഒരു യാത്രയിൽ ആകെ ഒരു തവണ മാത്രമേ ഒരു സ്കാം പോലെ തോന്നിയിരുന്നുള്ളൂ. കുറച്ച് റിക്ഷ ഡ്രൈവേഴ്സ് നമ്മളോട് ഇൻഫോം ചെയ്തു ഈ ഒരു ടെമ്പിൾ ക്ലോസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മൾ വേറൊരു ടെമ്പിളിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കിയിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ ഏകദേശം കൺഫേം ആയിട്ടാണ് വന്നിരുന്നത്. ജസ്റ്റ് നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ ഗ്രാൻഡ് പാലസിൽ നിന്ന്.
ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ അവറിൽ നമ്മൾ നടന്നു നീങ്ങുന്നത് അടുത്ത ടെമ്പിൾ കാണാനാണ്, വാട്ട് അരുൺ. ഇപ്പോൾ ഇതിൽ ഫുള്ള് ടെമ്പിൾ പോലെ തോന്നുന്നത് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ പോയി തോന്നുന്ന പോലെയല്ല. എല്ലാം ഒരു ടൂറിസ്റ്റ് പ്ലേസസ് ആണ്. അവരുടെ ആർക്കിടെക്ചർ കാണാനും ആ ഒരു പ്ലേസിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ വാട്ടറുൺ ടെമ്പിളിലേക്ക് പോവുകയാണ്. ഈ വാട്ട് ഫോന്ന് ജസ്റ്റ് നമുക്കൊരു ബോട്ട് സർവീസുകൾ എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്താണ് വാട്ടറുൺ ടെമ്പിൾ. നമ്മളിവിടെ വന്ന കണ്ടിട്ടില്ലയിൽ ഇഷ്ടപ്പെട്ട ടെമ്പിൾസിലൊന്നാണ് വാട്ടർ. ആ ഒരു സമയത്തിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മൾ കറക്റ്റായിട്ട് ഒരു സൺസെറ്റ് ടൈമിലായിട്ട് ആ ഒരു ഗോൾഡൻ അവറിലായിരുന്നു എത്തിയിരുന്നത്. ആ ഒരു സമയത്ത് ആ ലൈറ്റ്സൊക്കെ അടിച്ചിട്ട് ആ ടെമ്പിൾ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒത്തിരി ഫോട്ടോഷൂട്ടും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ തായ് ട്രഡീഷണൽ കോസ്റ്റ്യൂമിൽ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ പോസ് ചെയ്യാം, ഫോട്ടോസ് എടുക്കാം.
ദെൻ നമ്മൾ ഈ വാട്ടറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ബോട്ടിൽ തന്നെയാണ് പോയിരുന്നത്. ഈ ഒരു ടൈമിൽ ഇവിടെ നിന്നുള്ളൊരു ബോട്ട് സർവീസിൽ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഗ്രാൻഡ് പാലസും വാട്ടറിനൊക്കെ ലൈറ്റ് ഇട്ടിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും പ്ലേസിൽ പോകണമെങ്കിൽ പോകാം, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളതായിരിക്കും ഈ ഒരു ഓപ്ഷൻ എന്ന് വിചാരിച്ച് നമ്മളടുത്തത് ഈ ബോട്ടിൽ കയറുകയാണ് ചെയ്തത്. ബോട്ടിൽ കയറിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് നമ്മൾ പോയത് ഐക്കോൺസിയം മാളാണ്. പക്ഷെ പോയത് നല്ലൊരു ഓപ്ഷനായിരുന്നു. നല്ല വലിയൊരു മാളാണ്. നമുക്കവിടെ ഒത്തിരി ഫുഡ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒത്തിരി ഷോപ്പിംഗ് ഓപ്ഷൻസ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാളായിരുന്നു. അപ്പോൾ ആ മാളിലെ ബാക്കി വിശേഷങ്ങൾ കാണാം.
ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറാനും അവിടുത്തെ ഐറ്റംസൊക്കെ നോക്കാനും ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് കയറി നോക്കിയതായിരുന്നു. ഓരോന്നിൻ്റെയും റേറ്റ് അറിയാനും ഓരോ വെറൈറ്റീസ് അറിയാനൊക്കെ. മറ്റേ ഡൂറിയൻ, അതുപോലെ തന്നെ ഒരു സ്നേക്ക് ഫ്രൂട്ട്, സ്നേക്കിൻ്റെ സ്കിന്ന് പോലത്തെ ഒരു ഫ്രൂട്ടൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ കണ്ടിരുന്നു കേട്ടോ. പക്ഷെ നമ്മളങ്ങനെ ഒന്നും വാങ്ങി ട്രൈ ഒന്നും ചെയ്തിരുന്നില്ല. അൾട്രാ ലക്ഷറി ആയിട്ടുള്ള ഹൈ എൻഡ് ആയിട്ടുള്ള ഒത്തിരി ബ്രാൻഡ്സ് ഉള്ളൊരു മാളാണ് ഈ ഐക്കോൺസിയം. നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങിനേക്കാളും കുറച്ചും കൂടി റേറ്റ് കുറവിൽ ബ്രാൻഡ് ഐറ്റംസൊക്കെ വാങ്ങാനൊക്കെ നല്ലതായിരിക്കും. നമ്മൾ പക്ഷെ അതൊന്നും നോക്കിയിട്ടില്ല. നമ്മൾ അതൊക്കെ കണ്ട് ഇങ്ങോട്ട് തിരിച്ചിറങ്ങി പോന്നു. ഇതിന് ശേഷം നമ്മൾ കാവൂസൻ റോഡിലൊക്കെ പോയി കഷ്ടപ്പെട്ട് അവിടെ നിന്ന് നടന്നിരുന്നു. ലാസ്റ്റ് നമ്മൾ പിറ്റേ ദിവസം ഫുക്കറ്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന ദിവസമായിരുന്നു.